വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ കൂറ്റൻ സ്കോർ പിന്തുടരുന്ന വെസ്റ്റ് ഇൻഡീസ് പൊരുതി നോക്കുകയാണ്. ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 518 റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഗിൽ ഇന്ന് സെഞ്ചുറി തികച്ചു. ഇന്നലെ ഇന്ത്യ 318 റൺസാണ് അടിച്ചത്. ഇന്ന് ബാറ്റിംഗ് തുടർന്ന ഇന്ത്യക്ക് പക്ഷേ ജയ്സ്വാളിനെ പെട്ടെന്ന് തന്നെ നഷ്ടമായി. 175 റൺസ് എടുത്ത് ജയ്സ്വാൾ റണ്ണൌട്ട് ആവുകയായിരുന്നു. KL രാഹുലും സായ് സുദർശനും ഇന്നലെ തന്നെ ഔട്ടായിരുന്നല്ലോ. നിതീഷ് കുമാർ റെഡ്ഡി 43 റൺസ് എടുത്തും ധ്രുവ് ജുറേൽ 44 റൺസും എടുത്ത് പുറത്തായി. എന്നാൽ ശുഭ്മാൻ ഗില്ല് 129 റൺസോടെ പുറത്താക്കാൻ നിന്നു. ജുറേൽ ഔട്ടായപ്പോൾ ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് കഴിഞ്ഞ ടെസ്റ്റിൽ നിന്നും വിഭിന്നമായിട്ട് അല്പം ക്ഷമയോടെയാണ് ബാറ്റ് വീശിയത്. എന്നാലും 21ാമത്തെ റൺസിൽ അവർക്ക് ഓപ്പണർ ജോൺ ക്യാമ്പലിനെ നഷ്ടമായി 10 റൺസാണ് അദ്ദേഹം എടുത്തത്. തുടർന്ന് ചന്ദ്രബോളും അലിക് അത്താനേസയും ചേർന്ന സ്കോർ 87 റൺസ് വരെ എത്തിച്ചു. ചന്ദ്രബോൾ 34 റൺസും അലിക് അത്താനാസെ 41 റൺസും എടുത്ത് പുറത്തായി. റോസൻ ജേഴ്സ് റണ്ണൊന്നും എടുക്കാതെ പുറത്തായപ്പോൾ 31 റൺസോടെ ഷായ് ഹോപ്പും 14 റൺസോടെ ടെവിൻ ഇംലാച്ചും ക്രീസിൽ നിൽപ്പുണ്ട്. രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ 43 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസാണ് വെസ്റ്റ് ഇൻഡീസ് എടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി ജഡേജ 3 വിക്കറ്റ് വീഴ്ത്തി മികച്ച ബോളിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത്. മറ്റൊരു വിക്കറ്റ് കുൽദീപ് യാദവാണ് നേടിയത്. കളിയുടെ ഇതുവരെയുള്ള ഗതി വെച്ച് നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിന് വലിയ വിജയ സാധ്യത ഒന്നുമില്ല. എന്നാൽ അവർ എത്രത്തോളം പൊരുതി നോക്കുമെന്നാണ് നമുക്കറിയാനുള്ളത്.